ലോകത്തിലെ ഏറ്റവും വലിയ ഫിത്നക്കാരനായി മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ദജ്ജാലിനെ കണ്ട ഒരു സ്വഹാബിയുടെ കഥയാണ് ഇന്ന് പറയുന്നത്. പുണ്യ റസൂലിൻ്റെ കാലം. ലഹ്മ ജുദാം ഗോത്രത്തിലെ 30ഓളം പേര് സമുദ്രത്തിലൂടെ ഒരു യാത്ര പോയി. തമീമുദാരി അടക്കമുള്ള ആളുകൾ ആ കപ്പലിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ കപ്പൽ തകർന്നടിഞ്ഞു. വിജനമായൊരു ദ്വീപിൽ അകപ്പെട്ടു. ആ ദ്വീപിൽ വെച്ച് അവരൊരു ഗുഹയിലേക്ക് എത്തി. അവിടെ അവർ കണ്ടാൽ പേടി തോന്നിക്കുന്ന ഭീമാകാരമായ ചങ്ങലയിൽ ബന്ധിച്ച ഒരു മനുഷ്യനെ കണ്ടു. മൻ അൻത, നീ ആരാണ് എന്ന് ഞങ്ങൾ ആ ജീവിയോട് ചോദിച്ചു. ഉടനെ അത് പ്രതികരിച്ചു, ഞാൻ ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരിക. ഞങ്ങൾ അറബികളാണ്, കപ്പൽ തകർന്ന് ഈ ദ്വീപിൽ എത്തിപ്പെട്ടതാണ്. ഉടനെ അത് പറഞ്ഞു, നിങ്ങൾ അറബികളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട്. എന്നിട്ട് ബൈസാനിലെ ഈത്തപ്പനയെക്കുറിച്ച് ചോദിച്ചു, തൊബരി തടാകത്തെക്കുറിച്ച് ചോദിച്ചു. അവസാനം അന്ത്യപ്രവാചകനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരിക എന്ന് അഭീമാകാരമായ ജീവി പറഞ്ഞു. മുഹമ്മദ് നബിയെക്കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ആ നബി ലോകത്ത് വന്നിട്ടുണ്ട്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് താമസം മാറിയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ആ നബിയെ പിൻപറ്റലാണ് എന്ന് ഭീമാകാരമായ ആ മനുഷ്യൻ പറഞ്ഞു. ഞാൻ മസീഹ് ദജ്ജാലാണ്. ലോകാവസാനമാകുമ്പോൾ എൻ്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച് ഞാൻ പുറത്തു വരുമെന്ന്. അങ്ങനെ ആ യാത്രാസംഘം ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട് അവരുടെ നാട്ടിലേക്ക് എത്തി. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് അവർക്ക് ഉണ്ടായ ഈ അനുഭവം, ഈ കാഴ്ചകൾ അവർ നബിയോട് പറഞ്ഞു. മുത്ത റസൂലിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു.